Hi guys, welcome back to our channel. So ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ ഒരുപാട് പേരിനോട് ചോദിക്കാറുണ്ട് ചേച്ചി എങ്ങനെയാണ് നമ്മുടെ പ്രൈവറ്റ് ഏരിയാസിലെ ഹെയർസ് എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നത്, ഞാൻ എങ്ങനെയാണ് റിമൂവ് ചെയ്യാറ് ഒന്നത് പറയാമോ? ഓൾറെഡി ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്, പക്ഷേ എന്നാലും പുതിയ ആൾക്കാർ വന്നിട്ട് ആരും പഴയ വീഡിയോസ് അപ്പോൾ പോകില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നോക്കി നമുക്ക് പുതിയ വീഡിയോ തന്നെ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാനായിട്ട് പോകുന്നത് എങ്ങനെ നമ്മുടെ ഇൻറ്റിമേറ്റ് ഏരിയയിലുള്ള അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ഏരിയയിലുള്ള പ്രൈവറ്റ് ഏരിയാസിലുള്ള അല്ലെങ്കിൽ നമ്മുടെ തോൾ ഭാഗം ഒക്കെയുള്ള സ്ഥലത്ത് നമുക്ക് പെയിൻലെസ് ആയിട്ട് വിത്തിൻ 5 മിനിറ്റ്സിൽ നമുക്ക് എങ്ങനെ അവിടെയൊക്കെയുള്ള രോമങ്ങൾ ഹെയർസ് നമുക്ക് കളയാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. വളരെ ചെറിയൊരു കുട്ടി വീഡിയോ ആയിരിക്കും, കാരണം നമുക്ക് ഒരുപാട് അങ്ങോട്ടേക്ക് സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് വീഡിയോയിലേക്ക് കിടക്കാം. സോ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും പറഞ്ഞില്ല, നിങ്ങൾ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബേസിക്കലി പറയുകയാണെങ്കിൽ നമ്മൾ ഒരു പ്രായം ഒരു നമുക്കൊരു പ്രായപൂർത്തിയായില്ലെങ്കിൽ നമുക്ക് പീരിയഡ്സ് ആദ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമ്മുടെ ശരീരം മാറാൻ തുടങ്ങും. ഈ മാറ്റത്തിനനുസരിച്ച് നമ്മുടെ ഗേൾസിലാണെങ്കിലും ബോയ്സിലാണെങ്കിലും ഉണ്ടാകുന്നൊരു കാര്യമാണ് ഹെയർ ഗ്രോത്ത് എന്ന് പറയുന്നത്. പൊതുവേ നമ്മൾ ഗേൾസ് അത് എപ്പോഴും എപ്പോഴും നമ്മളതിൽ ഭയങ്കര നമുക്ക് കുഞ്ഞ് കയ്യിലെ ഡ്രസ്സൊക്കെ ഇടണമെങ്കിൽ ഒക്കെ നമുക്ക് അത്യാവശ്യമായിട്ട് നമ്മൾ എന്തായാലും ഈ ഷോൾഡറിലൊക്കെയുള്ള ഈ ഒരു ഏരിയയിലൊക്കെയുള്ള രോമം നമ്മൾ എടുത്തേ പറ്റൂ, ഹെയർസ് നമ്മൾ എടുത്തേ പറ്റും. ഇല്ലയെന്നുണ്ടെങ്കിൽ അത് നമ്മൾ പുറമേ നോക്കുന്ന ആൾക്കാർക്ക് അതൊട്ടും ദഹിക്കത്തില്ല, അല്ലെങ്കിൽ നമുക്ക് തന്നെ അത് കാണുമ്പോൾ ഭയങ്കര ഒരു കോൺഫിഡൻസ് കുറവായിരിക്കും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടാവും. മിക്ക ആൾക്കാരും പറഞ്ഞിട്ട് ചേച്ചി സാലൺസിലൊന്നും പോയിട്ട് നമുക്ക് ചെയ്യാനുള്ള ഒരു വകുപ്പില്ല, സാലൺസിൽ പോയിട്ട് ചെയ്യുമ്പോഴത്തേക്കുള്ള പൈസ കൊടുക്കാൻ വയ്യ. പിന്നെ ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്കൊട്ടും സാലൺസിൽ പോയിട്ട് ചെയ്യാമെന്നുള്ളതൊന്നും നടക്കുന്ന കാര്യമില്ല, കാരണം ഒട്ടും നടക്കാൻ ചാൻസേ ഇല്ല. ബിക്കോസ് വേറൊന്നുമല്ല, സാലൺസൊന്നും അത്ര അധികം തുറക്കില്ല. പക്ഷേ ഇനി അങ്ങോട്ടേക്ക് മേ ബി ഓപ്പൺ ആവുമായിരിക്കാം. അപ്പോൾ നമുക്ക് സാലൺസിലൊന്നും പോകാണ്ട് തന്നെ വീട്ടിൽ തന്നെ അതും 5 മിനിറ്റിൽ വിതൗട്ട് പെയിൻ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഹെയർ റിമൂവൽ ക്രീമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഓൾറെഡി ഞാൻ ഇതിനെക്കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, എന്നാലും നിങ്ങൾക്ക് അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഞാൻ ഒന്നും കൂടെ പരിചയപ്പെടുത്താം. നിങ്ങൾക്ക് ഞാൻ ഇത്രയധികം പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റാണ്. എന്തുകൊണ്ടായിരിക്കും ഞാനത് പറയുന്നത്? വേറൊന്നും കൊണ്ടല്ല, കാരണം എനിക്കത് ഓൾറെഡി അത്രയ്ക്കും ഇഷ്ടമായി എന്നുള്ളത് കൊണ്ടാണ്. കാരണം ഞാൻ ആദ്യമായിട്ട് ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു റിവ്യൂവിന് കിട്ടിയ സാധനമായിരുന്നു, പക്ഷേ അതിന് ശേഷം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം ഒട്ടും നമുക്ക് കട്ട്സ് ഉണ്ടാവില്ല, വേറെ നമ്മൾ ബ്ലേഡ് വെച്ച് ചെയ്യുമ്പോഴുള്ള റേസേഴ്സ് വെച്ച് ചെയ്യുമ്പോഴുള്ള കട്ട്സ്, അതുപോലെ തന്നെ ബംസ്, ബേണിങ്സ് ഇതൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഇച്ചിങ്, ഇറിറ്റേഷൻ അങ്ങനത്തെ ഒരു വിധത്തിലുള്ള പ്രശ്നവും ഉണ്ടാവുന്നില്ല. സേഫായിട്ട് നമുക്ക് ചെയ്തെടുക്കാനുള്ളൊരു കാര്യമാണിത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അറിയായിരിക്കും, ഈ ഒരു സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും മേ ബി. ഇപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം. ഇത് വന്നിട്ട് എവേർട്ടിൻ ഡിസൈറബിൾ ഓൾവേസിൻ്റെ ക്രീം ഹെയർ റിമൂവർ ബിക്കിനി ലൈനാണ്. ഇത് നാച്ചുറൽ, അതായത് കെമോമൈൽ എക്സ്ട്രാക്റ്റ് ആണ്. അങ്ങനെയാണ് ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ ആണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അതാണ് ഇത് മെയിനായിട്ട് ഇത് നാച്ചുറൽ ആയിട്ടുള്ള സാധനമാണ്. ആൻഡ് ഇത് വന്നിട്ട് നോ ഹാർഷ് സ്മെൽ, നോ ഇൻഗ്രോൺ ഹെയർ, അതുപോലെ തന്നെ റേസർ ബംസ്, കട്ട്സ്, അതുപോലെ തന്നെ നിക്സോ ബേൺ, സ്കിൻ ഡാർക്കനിങ് ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും തന്നെ ഇതിനുണ്ടാവില്ല എന്നാണ് അവർ ക്ലെയിം ചെയ്യുന്നത്. അത് സത്യവുമാണ്. അതുപോലെ തന്നെ സെൻസിറ്റീവ് സ്കിന്നിനുള്ള ഫോമുലയും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഏത് സ്കിൻ ടൈപ്പുള്ള, ഇപ്പോൾ മിക്ക പ്രൊഡക്റ്റ് നമ്മൾ സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്കൊന്നും ഉപയോഗിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് സെൻസിറ്റീവ് സ്കിൻ ഫോമുലയിൽ ഉണ്ടാക്കിയത് കാരണം ഏത് സ്കിൻ ടൈപ്പുള്ള ആൾക്കാർക്ക് ഇത് യൂസ് ചെയ്യാമെന്നുള്ളതാണ്. ആൻഡ് ഇത് യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഡെഫിനറ്റ്ലി നമ്മളൊരു പാച്ച് ടെസ്റ്റ് ചെയ്യണം, കാരണം ഇത് വന്നിട്ട് ഇതൊരിക്കലും നമുക്ക് നാച്ചുറലായിട്ടൊരു പ്രൊഡക്റ്റാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ബേസിക്കലി ഇങ്ങനത്തെ പ്രൊഡക്റ്റൊന്നും നാച്ചുറലും ആയിരിക്കത്തില്ല. അതുകൊണ്ട് തന്നെ പക്ഷേ ഇത് നമുക്ക് കംഫർട്ടബിളാണ്, നമുക്ക് അടിപൊളിയായിട്ട് ഉപയോഗിക്കാമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, ആൻഡ് ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് നമ്മളൊരു പാച്ച് ടെസ്റ്റ് ചെയ്യണം. പാച്ച് ടെസ്റ്റ് ചെയ്ത് 24 മണിക്കൂറിന് ശേഷം നമുക്ക് ഒരു പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളിത് യൂസ് ചെയ്ത് തുടങ്ങിയാൽ മതി. ഇപ്പം എനിക്ക് തോന്നുന്നു ഞാനത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് മോർ ദാൻ 1 ഇയർ ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കിത് കംഫർട്ടബിൾ ആണ്. എൻ്റെ സ്കിന്നിൻ്റെ ഇതിൻ്റെ ഏതൊരു വേരിയൻ്റ് ആണെങ്കിലും എനിക്ക് കംഫർട്ടബിളാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നും ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്നും വേഗം കണ്ടിട്ട് വരാം.
ഓക്കെ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 179 രൂപയാണ്, 180 രൂപയാണ്. 450 ഗ്രാം പ്രോഡക്റ്റ്. നമുക്കിതൊരു മേ ബി ഒരു 4 to 5 ടൈംസ് യൂസ് ചെയ്യാനുള്ള പ്രോഡക്റ്റ് ഉണ്ട്. ആൻഡ് ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഉള്ളിൽ നമ്മുടെ ക്രീമുണ്ട്. ഇതാണ് നമ്മുടെ ക്രീമിൻ്റെ ഒരു പാക്കേജ്. ഈ ഒരു ക്രീമുണ്ട്. അത് കൂടാതെ നമുക്കിതിലൊരു സ്പാച്ചുലയുണ്ട്. നമുക്കിത് ആപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ള നമ്മൾ പ്രോഡക്റ്റ് എടുത്തിട്ട് കയ്യിൽ അപ്ലൈ ചെയ്യാൻ നിങ്ങൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടാവുമല്ലോ, ആ ഒരു പ്രോഡക്റ്റ് ഉണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് രണ്ട് എന്താ പറയുക ടിഷ്യൂ പേപ്പറും കിട്ടും. ഈ ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ കാര്യത്തിൽ മാത്രമാണ് എനിക്കൊരു ദേഷ്യം. കാരണം നമുക്കൊരു 5-6 തവണ ഇത് യൂസ് ചെയ്യാനുള്ള പ്രോഡക്റ്റ് ഉണ്ട്. പക്ഷേ ഈ ടിഷ്യൂ പേപ്പർ ഒറ്റൊന്ന് മാത്രമുള്ളത് കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിൻ്റെ കയ്യിലുള്ള വേറെയാണ്, നമ്മൾ രാവിലെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ റിസൾട്ട്. കണ്ടോ, നിങ്ങൾക്ക് ഈ ഒരു ഏരിയ കണ്ടാൽ മനസ്സിലാവും. ഇവിടെ ഒക്കെ രോമമുണ്ട്, പക്ഷേ ഇവിടെ രോമം. നിങ്ങൾക്ക് ഈ 2 ഭാഗം കണ്ടാലും മനസ്സിലാവുന്നുണ്ടാവും ആ ഡിഫറൻസ് എന്താണെന്ന്. ഭയങ്കര എന്താ പറയുക, ഭയങ്കര സ്മൂത്ത് ആയിട്ടുണ്ടാവും ഒരു ഏരിയ. നമുക്ക് ഇൻറ്റിമേറ്റ് ഏരിയയിലൊന്നും കാണിച്ചു തരാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് കേട്ടോ കയ്യിൽ കാണിച്ചത് ഒരു ലെവലിന്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. അതല്ലാണ്ട് അതർ സൈറ്റ്സിൽ ഇത് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അവിടെ പോയിട്ട് വേണമെങ്കിൽ മേടിക്കാമെന്നുള്ളതാണ്. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഇത്ര തന്നെയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡെഫിനറ്റ്ലി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടുതൽ ചാനൽ സബ്സ്ക്രൈബ് ആയിട്ട് നോക്കും കൂടെ എത്തിക്കുക. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും.